ഹായ് നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. തൊട്ട് മുമ്പ് നമ്മൾ ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രവും അതുപോലെ തന്നെ 1904 ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമായിട്ടുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചും പിന്നീട് വന്ന 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരെ എത്തിച്ചേരുന്നത് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണവും അതിൻ്റെ ചരിത്രവും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്. കൃത്യമായിട്ട് ഈ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്ത് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഉറപ്പായിട്ടും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും മറ്റ് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് കൃത്യമായി ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പരീക്ഷകളൊക്കെ പരമാവധി അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ടോപ്പിക് ഇതാണ്, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. ഇവിടെ ആദ്യം പറയുന്നത് വെൻ കേരള സ്റ്റേറ്റ് വാസ് ന്യൂലി ഓർഗനൈസ്ഡ് ഇൻ 1956 two different കോപ്പറേറ്റീവ് ലോസ് വെയർ ഇൻ ഓപ്പറേഷൻ. അതായത് കേരള സംസ്ഥാനം പുതുതായി നിലവിൽ വരുന്നത് 1956 നവംബർ 1 അപ്പോൾ കേരള സംസ്ഥാനം പുതുതായി നിലവിൽ വരുമ്പോൾ കേരളത്തിൽ 2 സഹകരണ നിയമങ്ങൾ പ്രാബല്യത്തിലുണ്ടായിരുന്നു. അതിലൊന്നാമത്തത് നമുക്കറിയാം, ഏതാണ്? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1951. ഓക്കെ, അതായത് ഒന്നാമത്തത് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 ആണ്. അതായത് 1949 തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചപ്പോൾ, അതായത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന 1914 സഹകരണ നിയമത്തെയും കൊച്ചിൻ ഏരിയയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന 1913 സഹകരണ നിയമത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനത്തിനൊരു ഏകീകൃത സഹകരണ നിയമം രൂപീകൃതമായി 1951. അതാണ് നമ്മൾ ഒന്നാമതായി പഠിക്കുന്ന ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1951. ഇത് കെയിമിൻ്റെ ഫോഴ്സ് ആയത് 1952. അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ കേരളത്തിൽ 2 സഹകരണ നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1951 ആണ്. രണ്ടാമത്തത് നമുക്കറിയാം, മലബാർ ഏരിയ എന്ന് പറയുന്നത് അന്ന് മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ മലബാർ ഏരിയയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1932 ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സഹകരണ നിയമം കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1932 ഇൻ ദ മലബാർ ഏരിയ. അപ്പോൾ മലബാർ ഏരിയയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1932ഉം അതേപോലെ ട്രാവൻകൂർ കൊച്ചിൻ ഏരിയയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന 1951 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുമായിരുന്നു. ഈ 2 നിയമങ്ങളായിരുന്നു കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ കേരളത്തിലുണ്ടായിരുന്ന 2 സഹകരണ നിയമങ്ങൾ. ഓക്കെ, മനസ്സിലായി. ഇനി ദ കേരള സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 1 November 1956 ആഫ്റ്റർ ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. അതായത് കേരള സംസ്ഥാനം നിലവിൽ വരുന്നത് 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടന നടത്തിയപ്പോൾ അതുപ്രകാരമാണ് കേരള സംസ്ഥാനം 1956 നവംബർ 1 നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഭാഗമായി സബ്സീക്വൻ്റ്ലി കേരള സംസ്ഥാനം 1956 നവംബർ 1 രൂപീകൃതമായതിനു ശേഷം പിന്നീട് സബ്സീക്വൻ്റ്ലി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 15th May 1969. അതായത് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം കേരളത്തിലെ 2 സഹകരണ നിയമങ്ങൾ, 2 ഏരിയയിൽ 2 സഹകരണ നിയമങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കേരളത്തിലൊരു ഏകീകൃത സഹകരണ നിയമം വരേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. മനസ്സിലായോ? അതായത് കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഒറ്റ സംസ്ഥാനമായിട്ട് നിലവിൽ വന്നു പുതുതായി. എന്നാൽ 2 റീജിയണിൽ 2 നിയമങ്ങൾ, സഹകരണവുമായി ബന്ധപ്പെട്ട് 2 നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തിന് മുഴുവൻ പ്രാബല്യത്തിൽ വരുന്ന, അല്ലെങ്കിൽ മുഴുവൻ കേരള സംസ്ഥാനത്തെയും കവർ ചെയ്യുന്ന ഒരു സഹകരണ നിയമം വേണം എന്നുള്ളതിൻ്റെ ആവശ്യകത പിന്നീട് ഉയർന്നു വരികയും അതിൻ്റെ ഭാഗമായി 1969 കേരള സഹകരണ നിയമം
15 മെയ് 1969 രൂപീകൃതം അല്ലെങ്കിൽ നിലവിൽ വരുന്നു. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പഠിച്ചിരിക്കുക. കേരളത്തിലെ സഹകരണ നിയമങ്ങളുടെ തുടക്കവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബേസ് ലെവലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കൃത്യമായി ഇത് ഫോളോ ചെയ്യുക, കൃത്യമായി ഇത് പഠിക്കുക. ഓക്കെ, ഇനി പറയുന്നു, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള സ്റ്റാർട്ടഡ് ഈവൻ ബിഫോർ ദ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. അപ്പോൾ ഇതുവഴി നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ്, കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കപ്പെട്ടിരുന്നു. മനസ്സിലായോ? അതായത് കേരള സംസ്ഥാനം ഒരു ഏകീകൃത കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിനെ പല റീജിയണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 3 എണ്ണം. അവിടെയൊക്കെ പ്രത്യേകം സഹകരണ നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് മുമ്പേ തുടങ്ങി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി പറയുന്നത് നോക്കേ, കൊച്ചിൻ ഏരിയയിൽ നിലവിലുണ്ടായിരുന്ന നിയമമായിരുന്നു കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. ഓക്കെ, കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് കേരളത്തിനെ 3 റീജിയണുകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ 2 എണ്ണം നാട്ടുരാജ്യങ്ങളായിരുന്നു, തിരുവിതാംകൂറും കൊച്ചിയും. മറ്റൊന്ന് മലബാർ, അത് മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു. ഈ 3 റീജിയണുകൾക്കും പ്രത്യേകം സഹകരണ നിയമങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആദ്യത്തെ സഹകരണ നിയമം വരുന്ന റീജിയൺ കൊച്ചിനാണ്. അത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1930, 1913 കൊച്ചിൻ സഹകരണ നിയമമായിരുന്നു. ഓക്കെ, രണ്ടാമത്തത് ട്രാവൻകൂറിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന, തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന ട്രാവൻകൂർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. അപ്പോൾ കൃത്യമായിട്ട് ഈ ഡേറ്റ് കൺഫ്യൂഷൻ ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകില്ല. ആദ്യം സഹകരണ നിയമം വരുന്നത് കൊച്ചിൻ ഏരിയയിലാണ്. 1913 കൊച്ചിൻ ഏരിയയിൽ സഹകരണ നിയമം വരുന്നത്. അത് കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. എന്നാൽ രണ്ടാമതായിട്ട് വരുന്നത് തിരുവിതാംകൂറിലാണ്. അത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ആണ്. അപ്പോൾ കൊച്ചിൻ ഏരിയയിൽ 1913 ട്രാവൻകൂർ ഏരിയയിൽ 1914 സഹകരണ നിയമം വരുന്നത്. ഇത് തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി ഏറ്റവും വടക്കുള്ള മലബാർ ഏരിയയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നത്, നമുക്കറിയാം മലബാർ ഒരു നാട്ടുരാജ്യമായിരുന്നില്ല, അത് ഒരു പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു, മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്രാസിലെ സഹകരണ നിയമമായിരുന്നു മലബാറിലും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതാണ്, അതിൻ്റെ വർഷം ഏതാണ് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ മലബാർ ഏരിയയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നത് മദ്രാസ് പ്രൊവിൻസിൻ്റെ സഹകരണ നിയമമായിട്ടുള്ള മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ്. മനസ്സിലായോ? അതായത് പ്രൊവിൻസുകൾക്ക് സഹകരണത്തിന്മേൽ നിയമനിർമ്മാണം നടത്താമെന്നുള്ള ഒരു മാറ്റം കൊണ്ടുവന്ന നിയമമാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഇതിൻ്റെ ഭാഗമായി ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്ന പ്രൊവിൻസാണ് ബോംബെ പ്രൊവിൻസ് 1925. രണ്ടാമതായിട്ട് നിലവിൽ വരുന്ന പ്രൊവിൻസാണ് മദ്രാസ് പ്രൊവിൻസ്. ഓക്കെ, അവിടുത്തെ സഹകരണ നിയമം 1932. മദ്രാസിൻ്റെ ഭാഗമാണ് മലബാർ. അതുകൊണ്ട് മലബാർ ഏരിയയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന സഹകരണ നിയമം മദ്രാസിലെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ്. ഈ 3 നിയമങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ കൊച്ചിൻ ഏരിയയിൽ 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ ഏരിയയിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914, അതുപോലെ മലബാർ ഏരിയയിൽ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. ഓക്കെ, ഈ 3 നിയമങ്ങൾ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പേ കേരളത്തിലുണ്ടായിരുന്ന കേരളത്തിൻ്റെ 3 റീജിയണുകൾ ഉണ്ടായിരുന്ന സഹകരണ നിയമങ്ങളാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ് ആക്ട്? ആക്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഇങ്ങനെ പറയാം. എന്താണ് ആക്ട് എന്ന് പറഞ്ഞാൽ? ആക്ട് രൂപീകൃതമാകുന്നതിന് മുമ്പ് ഒരു ആക്ട് എന്നുള്ള രീതിയിൽ പാസ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബില്ലെന്നാണ്. അപ്പോൾ ആക്ടിൻ്റെ ഏറ്റവും പ്രാരംഭഘട്ടം എന്ന് പറഞ്ഞാൽ ബില്ലാണ്. ഓക്കെ, അപ്പോൾ ഈ ബില്ല് വിച്ച് വാസ് പാസ്ഡ് ത്രൂ വേരിയസ് ലെജിസ്ലേറ്റീവ് സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ ഇറ്റ് ആൻഡ് വിച്ച് ഹാസ് ബിക്കം ലോ. അപ്പോൾ ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. എന്താണ് ഒരു ബില്ല്? വിവിധങ്ങളായിട്ടുള്ള നിയമനിർമ്മാണ പ്രക്രിയകളിലൂടെ കടന്നു പോയതിനു ശേഷം പിന്നീട് അതിൻ്റെ രൂപം മാറി എന്തായിട്ട് മാറുന്നു? ലോ ആയി മാറുന്നു. അപ്പോൾ
ഒരു ബില്ല് എന്ന് പറയുന്നത് നിയമം നിർമ്മാണം നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ എന്താണ് ഒരു നിശ്ചിത രൂപത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബില്ല്. അപ്പോൾ ഈ ബില്ല് അതിനെ ഒരു നിയമമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ലെജിസ്ലേറ്റീവ് സ്റ്റെപ്സിലൂടെ, അതായത് നിയമനിർമ്മാണ പ്രക്രിയകളിലൂടെ കടന്നു പോയതിനു ശേഷം പിന്നീട് അത് എന്തായിട്ട് മാറുന്നു, പാസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു, അത് ലോ ആയിട്ട് മാറുന്നു, നിയമമായിട്ട് മാറുന്നു. ഈ നിയമത്തിൻ്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ആക്ട് എന്ന് പറയുന്നത്. ഒരു ഭാഗവും കൂടിയുണ്ട്, അതെന്താണ്, റൂളാണ്. മറ്റേ ഭാഗം എന്താണ്, റൂള്. ആക്റ്റും റൂളും. അപ്പോൾ ആക്റ്റും റൂളും നിയമത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം കേരളത്തിൽ രൂപീകൃതമാകുന്ന സഹകരണ നിയമമായിട്ടുള്ള കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ആണ്. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇത് മലയാളം ഇറ 1113 പാസ് ചെയ്യുന്നത്. മലയാള വർഷം 1113 ഈ നിയമം പാസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നോക്കാം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ കൊച്ചിൻ 1911. എന്താണ്, കൊച്ചിൻ ഏരിയയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് 1911. ഓക്കെ, മനസ്സിലായി. ഇനി ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ 1913. ഇതിൻ്റെ ഭാഗമായി സഹകരണ പ്രസ്ഥാനങ്ങളെ കൊച്ചിൻ ഏരിയയിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊച്ചിയിൽ ഒരു സഹകരണ നിയമം വരുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സഹകരണ നിയമവും ഏത് തന്നെയാണ്, കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. 1913. ഓക്കെ ആണോ? അപ്പോൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ 1913. ഓക്കെ, ഇനി അടുത്തതായി പറയുന്നത് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ടു കൊച്ചിൻ സ്റ്റേറ്റ്. ഇതിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ സ്റ്റേറ്റിൽ മാത്രമായിരുന്നു. അപ്പോൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടു, എവിടം വരെ ലിമിറ്റഡ് ആയിരുന്നു, കൊച്ചിൻ ഏരിയ, കൊച്ചിൻ സ്റ്റേറ്റിൽ മാത്രമായിരുന്നു ഈ നിയമത്തിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായി. ഇനി അടുത്തത് നോക്കേ. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 വാസ് പാസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദിവാൻ ശ്രീ AR ബാനർജി. അതായത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 പാസ് ചെയ്തപ്പോൾ ആ ഒരു നിയമം പാസ് ചെയ്യുന്നതിന് അതിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് നടത്തിയത് ആരാന്ന് വെച്ചാൽ AR ബാനർജിയാണ്. മറന്നു പോകല്, ആരാണ്? AR ബാനർജിയാണ്. ഓക്കെ, അപ്പോൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 എന്ന് പറയുന്നത് കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്ന, കേരളത്തിലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം കേരള സംസ്ഥാനം രൂപീകൃതമായിട്ടില്ല, എങ്കിലും കേരളത്തിൽ ആദ്യമായി നിലവിൽ വരുന്ന സഹകരണ നിയമം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ആണ്. മലയാളം ഇറ 1113 നിലവിൽ വരുന്നത്. അപ്പോൾ കൊച്ചിൻ ഏരിയയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് 1911. ഇനി കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത് 1913. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ ഏരിയയിൽ മാത്രമായി അല്ലെങ്കിൽ കൊച്ചിൻ സ്റ്റേറ്റിൽ മാത്രമായിരുന്നു, എൻ്റയർ കൊച്ചിൻ സ്റ്റേറ്റ്. ഓക്കെ, ഇനി കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 പാസ് ചെയ്യുന്നതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തത് അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 പാസ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉത്തരം എഴുതണം. ദിവാനായിട്ടുള്ള, കൊച്ചിൻ ഏരിയയിലെ അന്നത്തെ ദിവാനായിട്ടുള്ള ശ്രീ AR ബാനർജിയുടെ ലീഡർഷിപ്പിലായിരുന്നു. ഓക്കെ ആണോ? അടുത്ത നോക്കേ. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രമുഖ വ്യക്തിത്വമാണ് C. രാജഗോപാലാചാരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണ്? C. രാജഗോപാലാചാരി, who was a Diwan of Cochin State, took initiative for the enactment of Cochin Cooperative Societies Act 1913 in Cochin area. അതായത് കൊച്ചിൻ ഏരിയയിൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 എന്ന് പറയുന്ന ആ ഒരു നിയമം പാസ് ചെയ്യുന്നതിന് ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തി അല്ലെങ്കിൽ പരിശ്രമങ്ങൾ നടത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ കൊച്ചിയിലെ ദിവാനായിരുന്ന C. രാജഗോപാലാചാരിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 പാസ് ചെയ്യുന്നതിന് ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് AR ബാനർജി. എന്നാൽ ഇവിടെ ഇത്തരത്തിൽ ഈ കൊച്ചിൻ ഏരിയയിൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു നിയമം പാസ് ചെയ്യുന്നതിന് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ പരിശ്രമങ്ങൾ നടത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, അവിടുത്തെ ദിവാനായിരുന്ന C. രാജഗോപാലാചാരി. ഓക്കെ ആണോ? മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? ഹി വാസ് ദ ഫോർമർ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ മദ്രാസ് പ്രൊവിൻസ്. ഇദ്ദേഹം, അതായത് C. രാജഗോപാലാചാരി ഇതിനു മുമ്പ്, അതായത് കൊച്ചിയിലെ ദിവാൻ ആകുന്നതിന് മുമ്പ് ഇദ്ദേഹം
ഒരു രജിസ്ട്രാറായി സേവനമനുഷ്ഠിച്ചിരുന്നു. എവിടെയാണ്? മദ്രാസ് പ്രൊവിൻസിലെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ, അവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാറായിട്ട് പ്രവർത്തനം നടത്തിയ അല്ലെങ്കിൽ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയായിരുന്നു സി രാജഗോപാലാചാരി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം എന്തായിട്ട് മാറുന്നത്? കൊച്ചിയിലെ ദിവാനായിട്ട് മാറുന്നത്. അപ്പോൾ സി രാജഗോപാലാചാരി എന്ന് പറഞ്ഞാൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നതിന് ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ഫോർമർ രജിസ്ട്രാർ ആയിരുന്നു മദ്രാസ് പ്രൊവിൻസിലെ. പിന്നീടാണ് ഇദ്ദേഹം എന്തായിട്ട് മാറിയത്? കൊച്ചിയിലെ ദിവാനായിട്ട് മാറിയത്. ആ സമയത്താണ് ഈ മദ്രാസിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ച്, അനുഭവ സമ്പത്തുകളൊക്കെ വെച്ചുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? കൊച്ചിയിൽ ഇത്തരത്തിലുള്ള ഒരു സഹകരണ നിയമം പാസ് ചെയ്യുന്നതിൻ്റെ പരിശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? ആക്ട് ഫോർമുലേറ്റഡ് ബൈ സി രാജഗോപാലാചാരി. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോർമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രൂപീകരിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി രാജഗോപാലാചാരിയാണ്. അപ്പോൾ ഈ നിയമനിർമ്മാണം നടത്തിയത് ആരാന്ന് വെച്ചാൽ സി രാജഗോപാലാചാരിയാണെന്നുള്ളത് മറന്നു പോകാതിരിക്കുക. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഗേവ് മോർ പ്രയോറിറ്റി ഫോർ ദ കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണിത്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഏത് ടൈപ്പ് ഇൻഡസ്ട്രിക്കാണെന്ന് വെച്ചാൽ കോട്ടേജ് ഇൻഡസ്ട്രീസിനായിരുന്നു. അപ്പോൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രാധാന്യം കൊടുത്തത് കോട്ടേജ് ഇൻഡസ്ട്രീസിനാണ്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് കൊടുത്തത്? പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. ഓക്കെ ആണോ? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത എന്താ പറയുന്നത്? ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് വാസ് ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1 വൈപ്പിൻകര. അതായത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1. ഓക്കെ, ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1. അതെവിടെയാണ്? അതിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ വൈപ്പിൻകരയിലാണ്. എവിടെയാണ്? വൈപ്പിൻകരയിലാണ്. അപ്പോൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1. അത് വൈപ്പിൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകല്ലോ. ഓക്കെ ആണോ? ഇനി അടുത്തായിട്ട് പറയുന്നത് എന്താ? ഇറ്റ്സ് പ്രസന്റ് നെയിം ഈസ് ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ നേരത്തെ സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ചെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പേരെന്താണ്? ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇവിടെ മാത്രമേ ഉള്ളൂ മാറ്റമുണ്ട്. സൊസൈറ്റി മാറി എന്തായിട്ട് മാറി? ബാങ്ക് ആയിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ നിലവിലത്തെ പേര് ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി ആയതുകൊണ്ട് അതിൻ്റെ നമ്പർ എത്രയാണ്? 1 അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സൊസൈറ്റി മാറി ബാങ്കായി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിലവിൽ ഇതിൻ്റെ പേര് ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ പേര് ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ 1 എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായി പറയുന്നു ഇറ്റ്സ് ഫസ്റ്റ് പ്രസിഡന്റ്. അതായത് ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഇക്കണ്ട വാര്യർ. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. ആരാണ്? ഇക്കണ്ട വാര്യർ. ആരാണ്? ഇക്കണ്ട വാര്യർ ആണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുന്നു ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മളുടെ നേരത്തെ പ്രീവിയസ് നടത്തിയ ഒരു PSC എക്സാമിൽ ഇത്തരത്തിൽ എന്താണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ ഉത്തരം കൊടുത്തിരുന്നത് അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റുകളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളിലൊക്കെ തന്നെ എന്താണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി എന്ന് ചോദിച്ചിട്ട് ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഉത്തരം കിടക്കുന്നത്. പക്ഷേ PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇതേപോലെ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി എന്നുള്ളതിൻ്റെ ഉത്തരം എന്തായിട്ട് വന്നു? അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ DCB, അതേപോലെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അങ്ങനെയൊക്കെയാണ് ഒരു ഓപ്ഷൻ കൊടുത്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അവരൊരു സൊസൈറ്റിയുടെ പേരല്ല ഉദ്ദേശിച്ചത്, ഒരു ടൈപ്പ് സൊസൈറ്റി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്പ കൊടുക്കുന്ന സഹകരണ സംഘം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം PSC അങ്ങനെ ഒരു ഉത്തരം നൽകിയിരിക്കുന്നത്.
അപ്പോൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതും കൂടി നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണോ? അപ്പോൾ ടെക്സ്റ്റിൽ പ്രകാരം, അതായത് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളിലും മറ്റ് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള റെഫറൻസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. എന്നാൽ PSCയുടെ മുൻ ഉത്തര സൂചിക പ്രകാരം അത് അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിന്ന് ഉത്തരം വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അത് വായ്പ കൊടുക്കുന്ന സഹകരണ സംഘങ്ങളാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആദ്യമായിട്ട് ആക്ടിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും PSC അങ്ങനെ ഒരു ഉത്തരം നൽകിയേക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, ഇനി പറയുന്നു കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എന്താണ് 19/11/1918, അതായത് നവംബർ 11, 1918 കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരുന്നത്. അതായത് കൊച്ചിൻ ഏരിയയുടെ ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ ആണോ? അപ്പോൾ ഇത് നിലവിൽ വരുന്നത് എന്താണ് നവംബർ 19, 1918. അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരായിരുന്നു. അതിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരുന്നത് നമുക്കറിയാം 1918 നിലവിൽ വരുന്നത്. വർഷം അറിയാം, പക്ഷേ ഡേറ്റ് അറിയത്തില്ല. അപ്പോൾ ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നവംബർ 19, 1918. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്. ഓക്കെ ആണോ? അപ്പോൾ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 19/11/1918 നിലവിൽ വരുന്നത്. ഇതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് 1930 നിലവിൽ വരുന്നത്. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് 1930 നിലവിൽ വരുന്നത്. ഇത് നമുക്കറിയാം എന്താണ് നമ്മളുടെ ഇന്നത്തെ സംസ്ഥാന സഹകരണ യൂണിയൻ, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ എന്താണ് ഒരു മുൻഗാമിയാണ്. ഓക്കെ, ഒരു ആൻസെസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത് കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് നിലവിൽ വരുന്ന 1930. എന്നാൽ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ അതിൻ്റെ ഒരു മുൻഗാമിയാണ് കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വരുന്നത് 19/11/1918. അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. എന്നാൽ കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1930 നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? സഹകരണ പ്രബോധിനി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലേ? സഹകരണ പ്രബോധിനി എന്ന് പറഞ്ഞാൽ ആരുടെ പബ്ലിക്കേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആരുടെയാണ്? ഇറ്റ്സ് എ മന്ത്ലി പബ്ലിക്കേഷൻ ബൈ കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആരുടെയാണ്? നമ്മൾ 1930 നിലവിൽ വന്നു എന്ന് പറഞ്ഞില്ലേ? ആരാണ്? കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ഒരു മാസ വാരികയായിരുന്നു, അല്ലെങ്കിൽ മന്ത്ലി പബ്ലിക്കേഷൻ ആയിരുന്നു എന്ന് പറയുന്നത് സഹകരണ പ്രബോധിനി. അപ്പോൾ സഹകരണ പ്രബോധിനി എന്താണ്? ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ബൈ കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് എന്താ? ഇൻ ദിസ് ആക്ട് അമെൻമെൻറ്റ് മെയ്ഡ് ബൈ ദേവദാരി കമ്മിറ്റി. ഓക്കെ, ഈ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ കാര്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തിയ ഒരു കമ്മിറ്റിയാണ് ദേവദാരി കമ്മിറ്റി. ഓക്കെ ആണോ? അപ്പോൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 എന്താണ് ഭേദഗതികൾ വരുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ദേവദാരി കമ്മിറ്റി. ഓക്കെ ആണോ? ഇനി ഫാദർ ഓഫ് കേരള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കുന്നതും ആരെ തന്നെയാണ്? ദേവദാരിയാണ്. അപ്പോൾ ഫാദർ ഓഫ് കേരള കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ദേവദാരിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഫാദർ ഓഫ് കേരള കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ AKG ആണ്. ഓക്കെ, അതായത് നേരത്തെ നടത്തിയ ഒരു PSC എക്സാമിൽ PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഫാദർ ഓഫ് കേരള കോപ്പറേറ്റീവ് മൂവ്മെന്റ് AKG എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൊച്ചിൻ ഏരിയ കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ട്രാവൻകൂർ ഏരിയയിലേക്കാണ് പോകുന്നത്. അതായത് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമമായിരുന്നു ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് 1914. അതായത് 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പഠിക്കുക. ട്രാവൻകൂർ ഉണ്ടായിരുന്ന സഹകരണ നിയമത്തെ അതിൻ്റെ പേര് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് 1914. ഇത് പാസ് ചെയ്യുന്നത് മലയാളം ഇറ 1112. ഓക്കെ, മലയാള വർഷം 1112 എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി പറയാം ദ ട്രാവൻകൂർ പ്രൊവിൻസ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1914. ട്രാവൻകൂർ പ്രൊവിൻസിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഉത്ഭവം തുടങ്ങുന്നത് 1914. ഓക്കെ, 1914 തിരുവിതാംകൂറിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത്. സൂൺ ആഫ്റ്റർ പാസിംഗ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. ഇത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് പാസ് ചെയ്തതിന് പിന്നാലെയാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആരംഭം തിരുവിതാംകൂറിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ട്രാവൻകൂർ പ്രൊവിൻസിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് 1914 എന്താണ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് പാസ് ചെയ്തതിന് ശേഷമാണ്.
അതായത് 1914 തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്നാൽ കൊച്ചിൻ ഏരിയയിൽ 1911 എന്താണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് 1913 ഇതിനെ രജിസ്റ്റർ ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ടുള്ള നിയമം 1913 കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത പറയുന്നത് എന്താ? ദ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1914. അതായത് ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത് 1914. നമ്മൾ പറയുമ്പോൾ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ പേര് ഇതാണ്, ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് 1914 ആണ്. ഓക്കെ ആണോ? ഇനി അടുത്ത എന്താ പറയുന്നത്? ഫസ്റ്റ് ആക്ട് ഇൻ ട്രാവൻകൂർ സ്റ്റേറ്റ് പാസ്ഡ് ബൈ മൂലം തിരുനാൾ രാമവർമ്മ ഇൻ 3/3/1914. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യത്തെ നിയമം പാസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂലം തിരുനാൾ രാമവർമ്മയാണ്. ഇത് പാസ് ചെയ്യുന്ന ഇയർ വിത്ത് ഡേറ്റ് പഠിക്കുക, മാർച്ച് 3, 1914. ഓക്കെ, മനസ്സിലായി? ഇനി എ ബിൽ വാസ് പാസ്ഡ് ആസ് ആൻ ആക്ട് ഓൺ 3rd March 1914 വെൻ എം കൃഷ്ണൻ നായർ വാസ് ദിവാൻ. ഓക്കെ, ഈ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത് എന്താണ്? ഒരു ബില്ല്, ഒരു ബില്ലാണല്ലോ നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ ദ ബിൽ വാസ് പാസ്ഡ് ആസ് ആൻ ആക്ട്, ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നു എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ 3rd March 3, 1914 അന്ന് ദിവാനായിരുന്നത് എം കൃഷ്ണൻ നായരാണ്. അപ്പോൾ ഈ നിയമം പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ രാജാവ് മൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു. ഇനി ഇത് പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ ദിവാനായിട്ടിരുന്നത് എം കൃഷ്ണൻ നായരാണ്. അപ്പോൾ ഈ ആക്ട് പാസ് ചെയ്യുന്നത് ഇയർ വിത്ത് ഡേറ്റ് മാർച്ച് 3, 1914 എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? സി ഗോവിന്ദ പിള്ള ഈസ് ദ ഫസ്റ്റ് രജിസ്ട്രാർ ഇൻ ട്രാവൻകൂർ സ്റ്റേറ്റ്. ട്രാവൻകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ എന്താണ് രജിസ്ട്രാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് സി ഗോവിന്ദ പിള്ളൈ. 1914 ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് 1914 സഹകരണ നിയമം വരുന്നത്. അപ്പോഴാണ് രജിസ്ട്രാറിൻ്റെ ഒരു പ്രസക്തി അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ആരാണ്? സി ഗോവിന്ദ പിള്ളയാണ്. ഓക്കെ ആണോ? 1914. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത്? ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട് വാസ് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. അതായത് ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ സൊസൈറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ഏതാണ്? ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ ആണോ? അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. ഇത് രജിസ്റ്റർ ചെയ്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1915. ഓക്കെ, വിത്ത് ഡേറ്റ് പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക 23/11/1915. അതായത് എന്താണ് നവംബർ 23, 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ സൊസൈറ്റിയാണ്. ഓക്കെ ആണോ? അതേപോലെ നമ്മളുടെ ഇപ്പോഴത്തെ കേരള ബാങ്കിൻ്റെ ആൻസെസ്റ്റർ ആണ്, അല്ലെങ്കിൽ എന്താണ് മുൻഗാമിയാണ്, അല്ലെങ്കിൽ പഴയ പേരാണ് ആരെന്ന് പറയുന്നത്? ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇത് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് രജിസ്റ്റർ ചെയ്തത് നവംബർ 23, 1915 ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് 18/1/1916. ഓക്കെ, അതായത് 1916 ജനുവരി 18 ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏത്? ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? 1915 നവംബർ 23 രജിസ്റ്റർ ചെയ്തു. പ്രത്യേകത ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ സൊസൈറ്റിയാണ്. ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് ജനുവരി 18, 1916. ഓക്കെ, ഇനി അടുത്ത പറയുന്നു ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് വാസ് കൺവേർട്ടഡ് ടു ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ 1943 അല്ലെങ്കിൽ 1943. അതായത് നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ ഇത് കൺവേർട്ട് ചെയ്തു. എന്താക്കി? ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള പേരിലേക്ക് മാറ്റി. ഈ പേര് മാറ്റം നടന്ന വർഷമാണ് 1943. ഓക്കെ ആണോ? അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്താണ് ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ സൊസൈറ്റിയാണ്.
പിന്നീട് ഇതിൻ്റെ പേര് മാറ്റി എന്താക്കി മാറ്റി? ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതാക്കി മാറ്റി. ആ പേരുമാറ്റം നടന്ന വർഷം 1943. അപ്പോൾ 1943 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേര് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള പേരിലേക്ക് മാറ്റപ്പെട്ടത്. ഓക്കെ ആണോ? ഇനി അടുത്ത എന്താ പറയുന്നത്? ഇൻ 1954 1954 ദ ബാങ്ക് വാസ് റീനെയിംഡ് ആസ് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഇത്രയേ ഉള്ളൂ. എന്താണ് 1949 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിച്ചപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തിരുക്കൊച്ചി സംസ്ഥാനങ്ങൾക്കൊരു ഏകീകൃതപരമായിട്ടുള്ള സെൻട്രൽ ബാങ്ക് വേണ്ടി വന്നു. ഇതിൻ്റെ ഭാഗമായി തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉണ്ടായിരുന്ന സെൻട്രൽ ബാങ്കുകളെ ചേർത്തിട്ട് എന്താക്കി മാറ്റി? ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള പേരിലേക്കാക്കി മാറ്റി. ഇത് നടന്നത് 1954. അപ്പോൾ ഈ ചരിത്രം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. അതായത് 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ രജിസ്റ്റർ ചെയ്യുന്നത്. പ്രവർത്തനം ആരംഭിക്കുന്ന 1916 പിന്നീട് 1943 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേര് എന്താക്കി മാറ്റുന്നു? എന്താണ്? ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി മാറ്റുന്നു. പിന്നീട് 1949 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിച്ചപ്പോൾ ഇതിൻ്റെ പേര് മാറ്റി. അതായത് ട്രിവാൻഡ്രത്തുള്ള സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കും കൊച്ചിയിലുള്ള സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കും തമ്മിൽ ചേർത്തിട്ട് കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1918 തുടങ്ങിയത്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി മാറ്റുന്നു 1954. ഓക്കെ ആണോ? ഇനി അടുത്ത പറയുന്നത് എന്താ? ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് റീനെയിംഡ് ആസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓൺ 1 നവംബർ 1956. അതായത് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നതോടുകൂടി ഓക്കെ. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കും എന്താണ് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1954 വന്ന ഈ രണ്ട് ബാങ്കും കൂടെ മെർജ് ചെയ്ത് അതിൻ്റെ പേര് എന്താക്കി മാറ്റി? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതാക്കി മാറ്റി. ഇത് നടന്നത് 1956 നവംബർ 1 അപ്പോൾ 1956 നവംബർ 1 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരുന്നത്. ഇത് ആരൊക്കെ തമ്മിൽ മെർജ് ചെയ്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1954, അതേപോലെ മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1917 മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്താണ് എന്തുണ്ടാക്കുന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 1956 നവംബർ 1 നിലവിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ വേറൊരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ലയിക്കപ്പെടുന്ന ആദ്യത്തെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതേ ഉള്ളൂ. ഒരേ ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. ആദ്യത്തെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. ഇത് തന്നെയാണ്. അത് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. വർഷം 1917. ഓക്കെ. ഇനി അടുത്ത പറയുന്നത് എന്താ? നൗ ഇറ്റ് ബിക്കം കേരള ബാങ്ക്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേരെന്താക്കി മാറ്റി? കേരള ബാങ്ക് എന്നുള്ള പേരിലേക്ക് മാറ്റി. ഈ പേരുമാറ്റം നടന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29/11/2019. അതായത് 3 ടയർ ഷോർട്ട് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിലെ എന്താണ് അതിനെ 2 ടയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇടയ്ക്കുള്ള മധ്യനിര സംഘങ്ങളെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അതായത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ എന്തിലേക്ക് ലയിപ്പിച്ചു? നമ്മളുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക്, അപ്പെക്സ് ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ലയിപ്പിച്ച് ഷോർട്ട് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ എന്താണ് അതിൻ്റെ ടയറിനെ 2 ടയർ ആക്കി മാറ്റി. അപ്പോൾ അങ്ങനെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേര് മാറ്റി എന്താക്കി മാറ്റി? കേരള ബാങ്ക് എന്നുള്ള പേരിലേക്ക് മാറ്റി. ഈ പേരുമാറ്റം നടന്നത് 29/11/2019. ഇവിടെ നമ്മൾ കുറേയധികം ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആദ്യമായിട്ട് ശ്രീറാം കമ്മിറ്റിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 2017 ഓക്കെ ആണോ? ഇനി 13 ജില്ലാ സഹകരണ ബാങ്കുകളുടെ റെസല്യൂഷന് മേൽ രജിസ്ട്രാർ അപ്രൂവൽ കൊടുക്കുന്നത് രജിസ്ട്രാർ അപ്രൂവ്ഡ് ദ റെസല്യൂഷൻ ഓഫ് 13 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. 2019 ജൂലൈ 3 ഓക്കെ ആണോ? ഇനി അടുത്ത എന്താ പറയുന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കേരള ബാങ്ക് എന്ന് പറയുന്ന പേരുമാറ്റം നടക്കുമ്പോൾ അവിടെ ഒരു ബൈലോ അമെൻമെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ ബൈലോ അമെൻമെൻറ്റ് വരുത്തിയതിന് രജിസ്ട്രാർ അപ്രൂവൽ ചെയ്ത അല്ലെങ്കിൽ കേരള ബാങ്കിൻ്റെ ബൈലോ പേരുമാറ്റത്തിനുള്ള നെയിം ചേഞ്ചിനുള്ള ബൈലോ ഭേദഗതി രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത ഇയർ വിത്ത് ഡേറ്റ് കൃത്യമായിട്ട് പഠിക്കുക. അപ്രൂവൽ ഓഫ് ബൈലോ അമെൻമെൻറ്റ് എന്നാ അപ്രൂവൽ ഓഫ് ബൈലോ അമെൻമെൻറ്റ് അത് 2020 എന്താണ് ജനുവരി
2020 ജനുവരി 20-നാണ് രജിസ്ട്രാർ എന്താണ് ഈ ബൈലോ ഭേദഗതിക്ക് നെയിം ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബൈലോ ഭേദഗതിക്ക് അപ്രൂവൽ കൊടുത്തത്. കേരള ബാങ്ക് നിലവിൽ വരുന്ന എന്നാണ് നമ്മൾ പഠിച്ചു, എന്നാണ് 29/11/2019 നവംബർ 29, 2019 കേരള ബാങ്ക് നിലവിൽ വരുന്നത്. ഓക്കെ, അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിച്ചോണം അടുത്ത ഡേറ്റ് ആയിട്ട്. ഓക്കെ ആണോ? ഇനി അടുത്തതായിട്ട് കേരള ബാങ്കിൻ്റെ ലോഗോ റിലീസ് ചെയ്യുന്നത്, എന്ന് തന്നെയാണ് ഈ 2020 ജനുവരി 20 തന്നെയാണ് കേരള ബാങ്കിൻ്റെ ലോഗോ റിലീസ് ചെയ്യുന്നത്. ഇനി ഒരു ഇയർ വിത്ത് ഡേറ്റും കൂടി ഉണ്ട്. മാറി നിന്നിരുന്ന എന്താണ് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ എന്താണ് ഇതിനെയും കൂടെ ചേർത്ത് കമ്പൽസറി ആയിട്ട് ചേർത്തുകൊണ്ട് കേരള ബാങ്കിൻ്റെ ലയനം പൂർത്തീകരിച്ച ഇയർ വിത്ത് ഡേറ്റ് ആണ്. അതായത് ഫൈനൽ ഓർഡർ. ഓക്കെ ആണോ? ഈ ഫൈനൽ ഓർഡർ കേരള ബാങ്കിൻ്റെ അമാൽഗമേഷൻ പൂർത്തീകരിക്കാനുള്ള ഫൈനൽ ഓർഡർ രജിസ്ട്രാർ കൊടുത്ത ഇയർ വിത്ത് ഡേറ്റ് കൃത്യമായിട്ട് പഠിക്കുക. ഫൈനൽ ഓർഡർ 2023 ജാനുവരി 12. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇയർ വിത്ത് ഡേറ്റ് ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ദ ഫസ്റ്റ് താലൂക്ക് ബാങ്ക് അണ്ടർ ദിസ് ആക്ട് വാസ് ഓർഗനൈസ്ഡ് ഇൻ നാഗർകോവിൽ 1923. ട്രാവൻകൂർ കോപ്പറേറ്റീവ് റെഗുലേഷൻ ആക്ട് 1914 മറ്റൊരു പ്രത്യേകതയാണ് ഈ ആക്ട് പ്രകാരം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയും പ്രാഥമിക സഹകരണ ബാങ്കുകളുടെയും നടുവിലായിട്ട് താലൂക്ക് ബാങ്കുകൾ ഉണ്ടായിരുന്നു. താലൂക്ക് ബാങ്കുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ ഈ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ താലൂക്ക് ബാങ്കാണ്. മറ്റ് റീജിയണുകളിലൊന്നുമില്ല, കൊച്ചിയിലോ അല്ലെങ്കിൽ മലബാറിലോ ഒന്നും ഇതുണ്ടായിരുന്നില്ല. എവിടെ മാത്രമേ ഉള്ളൂ? ട്രാവൻകൂറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്ന ആദ്യത്തെ എന്താണ് താലൂക്ക് ബാങ്ക് എവിടെയാണ് വന്നത്? നാഗർകോവിലാണ് വന്നത്. വർഷം 1923. അപ്പോൾ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പ്രകാരം അവിടെ എന്തുണ്ടായിരുന്നു? താലൂക്ക് ബാങ്കുകൾ ഉണ്ടായിരുന്നു. ആരുടെയൊക്കെ ഇടയിലായിട്ട്? നമ്മളുടെ എന്താണ് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയും അതേപോലെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ഇടയിലായിട്ട്. അപ്പോൾ അത് എന്താണ് ആദ്യത്തെ താലൂക്ക് ബാങ്കാണ്. നാഗർകോവിൽ രൂപീകരിച്ച വർഷം 1923. ഓക്കെ ആണോ? ഇനി അടുത്ത് എന്താ പറയുന്നത്? ഭൂസ്വത്ത് ജാമ്യ ബാങ്ക്. അതായത് നമ്മളുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പഴയ പേര് അല്ലെങ്കിൽ മുൻഗാമി അങ്ങനെ പറയാം. കാരണം കുറേ ആൾക്കാരെ ചേർത്ത് ലയിപ്പിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് നിലവിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് ഒരു മുൻഗാമിയായിരുന്നു ആര്? ഭൂസ്വത്ത് ജാമ്യ ബാങ്ക്. ഓക്കെ ആണോ? ഇത് നിലവിൽ വരുന്നത് തിരുവിതാംകൂർ ഏരിയയിലാണ്. ഓക്കെ, ഇത് വരുന്ന വർഷം 1931. അപ്പോൾ ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് 1931 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് തിരുവിതാംകൂർ ഏരിയയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ആണോ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് കേസ് കാർഡ് ബാങ്കിൻ്റെ ഒരു എന്താണ് ആൻസെസ്റ്റർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഭൂസ്വത്ത് ജാമ്യ ബാങ്ക്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1938 ലേറ്റർ ടുക്ക് ഓവർ ദ ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1931. ഓക്കെ, 1931 വന്ന ഈ ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് എന്നുള്ള ഒരു ലാൻഡ് മോർഗേജ് ബാങ്കിനെ, ഓക്കെ, KCRDB എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് മോർഗേജ് ബാങ്ക് ആണല്ലോ. ഓക്കെ ആണോ? അതായത് ഭൂപണയ ബാങ്ക് ആണല്ലോ. ഇപ്പം ഭൂപണയ ബാങ്ക് നമ്മൾ വിളിക്കാറില്ല, അതിൻ്റെ പേര് KCRDB എന്നാണ്. അപ്പോൾ ആദ്യം ഇത് വന്നപ്പോൾ ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇത് ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് എന്ന് പറയുന്ന ഒരു ലാൻഡ് മോർഗേജ് ബാങ്ക് ആയിരുന്നു. അതായത് ഭൂമി പണയം വെച്ച് ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്ന ബാങ്കുകളാണ് ഇത്തരത്തിലുള്ള ലാൻഡ് മോർഗേജ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ലാൻഡ് മോർഗേജ് ബാങ്ക് ആയിരുന്നു. അപ്പോൾ 1931 നിലവിൽ വന്ന ട്രാവൻകൂർ ഏരിയയിൽ നിലവിൽ വന്ന ഭൂസ്വത്ത് ജാമ്യ ബാങ്കിനെ പിന്നീട് 1938 എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്നുള്ള പേരിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആരുടെ എന്താണ് പിൻഗാമിയാണ്? ഭൂസ്വത്ത് ജാമ്യ ബാങ്കിൻ്റെ പിൻഗാമിയാണ്. ഓക്കെ, പിന്നീട് ഈ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിനെയും കൊച്ചിൻ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കിനെയും അതേപോലെ മലബാറിലുള്ള കുഞ്ഞു കുഞ്ഞു ബാങ്കുകളുടെയൊക്കെ ചേർത്തിട്ടാണ് KCRDB 1956 നിലവിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യും. എന്താണ്? ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് വരുന്നത് 1931 ട്രാവൻകൂർ ഏരിയയിലാണ്. പിന്നീട് 1931 വന്ന ഈ ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് എന്ന് പറയുന്ന ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ ഭൂപണയ ബാങ്കിൻ്റെ പേര് മാറ്റി 1938 ഈ പേര് മാറ്റം സംഭവിച്ചത്. അതിൻ്റെ പേര് മാറ്റി എന്താക്കി മാറ്റുന്നു? ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്നുള്ള പേരിലേക്ക് ആക്കി മാറ്റുന്നു. ഓക്കെ ആണോ? ഇനി അടുത്ത് എന്താ പറയുന്നത്? ഇറ്റ് later become amalgamation to Kerala State Central Land Mortgage Bank 1956. ഓക്കെ ആണോ? അപ്പോൾ ഇത് പിന്നീട്
ഈ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് 1938 ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് പിന്നീട് എന്തായിട്ട് മാറുന്നു? കേരള സ്റ്റേറ്റ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് 1956. ഓക്കെ, പിന്നെ KCRDB എന്ന് വിളിക്കാൻ തുടങ്ങി 1990 തൊട്ടാണ്. ഓക്കെ, 1984 KCRDB ആക്ട് വന്നതിന് ശേഷം 1990 തൊട്ടാണ് ഇതിനെ KCRDB എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 1956 ഇതിൻ്റെ പേരെന്തായിരുന്നു? കേരള സ്റ്റേറ്റ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നുള്ളതായിരുന്നു. ഓക്കെ ആണോ? ഇനി അടുത്ത് എന്താ പറയുന്നത്? ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഇൻ 1937. അതായത് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് രജിസ്റ്റർ ചെയ്തത് 1937 ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതും 1937. പിന്നീട് 1938 ഇതിൻ്റെ പേര് എന്താക്കി മാറ്റുന്നത്? ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് എന്നുള്ള ഒരു പേര് മാറ്റി എന്താക്കി മാറ്റുന്നത്? ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്നുള്ളതാക്കി മാറ്റുന്നത്. ഓക്കെ ആണോ? അടുത്ത എന്താ പറയുന്നത്? ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് വാസ് ഓർഗനൈസ്ഡ് ത്രൂ എ സ്പെഷ്യൽ റെഗുലേഷൻ ഇൻ 1938. 1938 ഒരു പ്രത്യേക റെഗുലേഷൻ, ഒരു നിയമപ്രകാരമാണ് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്നുള്ള പേരിലേക്ക് ഭൂസ്വത്ത് ജാമ്യ ബാങ്കിൻ്റെ പേര് മാറ്റുന്നത്. ഓക്കെ ആണോ? മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് ട്രിവാൻഡ്രം കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് 1949 വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ സഹകരണ പരിശീലന കോളേജാണ് ട്രിവാൻഡ്രം കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ്. ഇത് നിലവിൽ വരുന്നത് 1949. ഓക്കെ ആണോ? അപ്പോൾ ട്രിവാൻഡ്രം കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് നിലവിൽ വരുന്ന 1949. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ പബ്ലിഷ്ഡ് ബൈ ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1925 നിലവിൽ വരുന്നത്. അപ്പോൾ ഈ ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പബ്ലിക്കേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്തിരുന്ന ഒരു ജേണൽ ആണെന്ന് പറയുന്നത് ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ. അപ്പോൾ ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ ഈ പേരിനകത്ത് തന്നെ കിടപ്പുണ്ട്. എന്തിൻ്റെയാണ്? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അല്ല, പിന്നെ എന്തിൻ്റെയാണ്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ്. 1925 ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത എന്താ പറയുന്നത്? ദേവദാരി കമ്മിറ്റി ഫോർ റീസ്ട്രക്ചറിങ് എക്സിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ലോ ഇൻ 1935. അതായത് നമ്മളുടെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ഒരു നിയമത്തെ അതിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭേദഗതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടി, അതിനെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് ദേവദാരി കമ്മിറ്റി. അപ്പോൾ ദേവദാരി കമ്മിറ്റി നമ്മൾ വേറൊരിടത്തും പഠിച്ചു. എവിടെയാണ്? കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനകത്ത് അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതി വരുത്താൻ വേണ്ടി അവിടെ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ആര് തന്നെയായിരുന്നു? ദേവദാരി കമ്മിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുക എന്താണ്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലും മാറ്റങ്ങൾ വരുത്താൻ, അല്ലെങ്കിൽ അതിനെ പുനർസംഘടന നടത്തുന്നതിന് വേണ്ടി, അതിനെ പുനർസംഘടിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നതിന് വേണ്ടി 1935 അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് ദേവദാരി കമ്മിറ്റി. അപ്പോൾ ദേവദാരി കമ്മിറ്റിക്ക് രണ്ടിടത്തും പ്രാധാന്യമുണ്ട്. ട്രാവൻകൂറിലും പ്രാധാന്യമുണ്ട്, കൊച്ചിനിലും പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത്? ദേവദാരി ഈസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ട്രാവൻകൂർ സ്റ്റേറ്റ് ടു സ്റ്റഡി ആൻഡ് ദ റിപ്പോർട്ട് ഓൺ റീസ്ട്രക്ചറിങ് ദ എക്സിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ലോ. എന്താ പറയുന്നത്? ദേവദാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരായിരുന്നു? ട്രാവൻകൂർ സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. എന്തിനു വേണ്ടിയാണ്? എന്താണ്? റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി. എന്തിനാണ്? ഫോർ റീസ്ട്രക്ചറിങ് ദ എക്സിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ലോ. അതായത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന എന്താണ്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനകത്ത് അതിനകത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ആ നിയമത്തെ ഒന്ന് പുനർസംഘടിപ്പിക്കുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അപ്പോയിന്റ് ചെയ്തത്? ട്രാവൻകൂർ സ്റ്റേറ്റ് ആണ് ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. അതിൻ്റെ ചെയർമാൻ ആരെന്ന് പറയുന്നത് ദേവദാരി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായി? ഇനി അടുത്ത എന്താ പറയുന്നത്? കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ നിയമമാണ് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. ഓക്കെ, അപ്പോൾ കേരളത്തിലെ എന്താണ് 1969 സഹകരണ നിയമം വരുന്നത് വരെ ഈ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 അതിൻ്റെ ആക്ട് നമ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആക്ട് നമ്പർ 6 ആണ്. ഓക്കെ, ആക്ട് നമ്പർ 6 ആണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും അതുമായി ബന്ധപ്പെട്ട കുറേയധികം സംഭവങ്ങളും സംഘടനകളും അല്ലെങ്കിൽ സൊസൈറ്റികളെയും കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ കൊച്ചിൻ ഏരിയയിൽ ഉണ്ടായിരുന്ന കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങൾ, അതേപോലെ അതിൻ്റെ ഒരു നിയമത്തിലേക്ക് വരാനുള്ള ഘടകങ്ങൾ, അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ പബ്ലിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് മദ്രാസിലേക്കാണ് പോകുന്നത്. ഓക്കെ, നോക്കാം എന്താണ് മദ്രാസിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന്. ഓക്കെ, എന്താ പറയുന്നത്? അപ് ടു ദ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്
കേരള സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ വരെ പ്രസന്റ് മലബാർ ഏരിയയിൽ അന്നുണ്ടായിരുന്ന മലബാർ ഏരിയയിൽ വാസ് എ പാർട്ട് ഓഫ് ഈസ്റ്റ് വൈൽ ഓഫ് ദ മദ്രാസ് സ്റ്റേറ്റ്. എന്തിൻ്റെ ഭാഗമായിരുന്നു? അന്നത്തെ മലബാർ ഏരിയ എന്ന് പറഞ്ഞാൽ മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് വരെ. ഓക്കെയാണോ? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് വരെ നമ്മളുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന മലബാർ, അന്നത്തെ മലബാർ ഏത് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു? മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഓക്കെയാണോ? ഇനി അടുത്തത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആൻഡ് മദ്രാസ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് 1934 വെർ ആപ്ലിക്കബിൾ ടു ദ മലബാർ റീജിയൻ. മലബാർ റീജിയന് ബാധകമായിരുന്ന നിയമം 1969 നമ്മുടെ കേരള സഹകരണ നിയമം നിലവിൽ വരുന്നത് വരെ മലബാർ ഏരിയയ്ക്ക് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമങ്ങൾ, 2 നിയമങ്ങളുണ്ട്. ഓക്കെ, ഷോർട്ട് ടൈം ക്രെഡിറ്റിനെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932, ഷോർട്ട് ടൈമിനെ മാത്രമല്ല ഷോർട്ട് ടൈം മീഡിയം ടൈം ക്രെഡിറ്റിനെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 അതേപോലെ ലോങ് ടൈം ക്രെഡിറ്റിനെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി മദ്രാസ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് 1934. ഓക്കെയാണോ? ഈ 2 നിയമങ്ങളായിരുന്നു കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുമ്പ് വരെ കേരളത്തിൽ മലബാർ ഏരിയയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നത്. കാരണം ഇതേ ഉള്ളൂ, മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു അന്നത്തെ മലബാർ റീജിയൻ. ഓക്കെ ആണോ? മനസ്സിലായി? ഇനി അടുത്ത എന്താ പറയുന്നത്? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1932. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത് 1932 ഓക്കെ ആണോ? അതായത് സഹകരണം സംസ്ഥാന വിഷയം അല്ലെങ്കിൽ പ്രൊവിൻസിന് വിട്ടുകൊടുത്തതോടു കൂടിയാണ് പ്രൊവിൻസുകളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ സഹകരണ നിയമങ്ങൾ രൂപീകൃതമായി തുടങ്ങിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2ാമത്തെ സഹകരണ നിയമമാണ് മദ്രാസിൽ പാസ് ചെയ്യപ്പെട്ട മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. ഓക്കെ ആണോ? അപ്പോൾ ഇത് പ്രാബല്യത്തിലുണ്ടായിരുന്നത് മദ്രാസ് ഏരിയയിലും അതേപോലെ നമ്മളുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന മലബാർ ഡിസ്ട്രിക്റ്റിലും അതേപോലെ കാസർഗോഡ് താലൂക്കിലുമാണ്. അപ്പോൾ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 പ്രാബല്യത്തിലുണ്ടായിരുന്നത് കേരളത്തിലെ 2 സ്ഥലങ്ങൾ എവിടേക്കാണ്? നമ്മളുടെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രാബല്യത്തിലുണ്ടായിരുന്ന കേരളത്തിലെ റീജിയൻസ് ഏതൊക്കെയാണ്? അതിൻ്റെ ഉത്തരം മലബാർ ഡിസ്ട്രിക്റ്റും അതേപോലെ കാസർഗോഡ് താലൂക്കുമാണ്. ഓക്കെ ആണോ? ഇനി അടുത്ത എന്താ പറയുന്നത്? ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് അണ്ടർ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ഇൻ ദ മലബാർ ഏരിയ. അതായത് മലബാർ ഏരിയയിൽ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ സൊസൈറ്റി നമുക്ക് നോക്കാം. ആരാണത്? കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. കൊടുവായൂർ ഐക്യ നാണയ സംഘം എന്നൊക്കെ അതിന് വിശേഷണമുണ്ട്, അല്ലെങ്കിൽ അതിനെ കാൻബറ സൊസൈറ്റി എന്നും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മലബാർ ഏരിയയിൽ നമ്മളുടെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ സൊസൈറ്റിയാണ് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അഥവാ കാൻബറ സൊസൈറ്റി. ഇത് പാലക്കാടാണുള്ളത്. എവിടെയാണ്? പാലക്കാടാണ് ഈ പറഞ്ഞ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഉള്ളത്. ഇത് രജിസ്റ്റർ ചെയ്യുന്ന വർഷം 1909. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞിത്രയേ ഉള്ളൂ. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കീഴിൽ മലബാർ ഏരിയയിലാണ്, അതായത് തമിഴ്നാട്ടിലല്ല, മലബാർ ഏരിയയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ സൊസൈറ്റിയാണ്. ഓക്കെ, ഏതെന്ന് പറയുന്നത് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ കാൻബറ സൊസൈറ്റി എന്ന് തന്നെ വിളിക്കാറുണ്ട്. ഇത് പാലക്കാടാണുള്ളത്. 1909 ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത് എന്താ പറയുന്നത്? നൗ ഇറ്റ് ഈസ് കോൾഡ് കൊടുവായൂർ അർബൻ ബാങ്ക്. ഇപ്പോൾ ഇതിൻ്റെ പേര് കൊടുവായൂർ അർബൻ ബാങ്ക് എന്നുള്ളതാണ്. അപ്പോൾ പ്രസന്റ്ലി അതിൻ്റെ പേരെന്താണ്? കൊടുവായൂർ അർബൻ ബാങ്ക് എന്നാണ്. ഇനി എന്താ പറയുന്നത്? ബേസ്ഡ് ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ദിസ് സൊസൈറ്റി ഈസ് സെഡ് ടു ബി ദ ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള. അതായത് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സൊസൈറ്റിയും ഏത് തന്നെയാണ്? ഈ പറഞ്ഞ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അതായത് രജിസ്ട്രേഷൻ ചെയ്തത് 1909. ഇതുപ്രകാരം കേരളത്തിലെ രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പഴക്കമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ കാൻബറ സൊസൈറ്റി. ഓക്കെ ആണോ? അത് മനസ്സിലായി. ഇനി പറയുന്നത് എന്താ? ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇൻ മലബാർ ഏരിയ വാസ് രജിസ്റ്റേർഡ് അണ്ടർ 1912 ആക്ട് ദ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് കൊടുവായൂർ പാലക്കാട് ഡിസ്ട്രിക്ട് 1915. അതായത് മലബാർ ഏരിയയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്. ഓക്കെ ആണോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ല, ഇത് ദ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് കൊടുവായൂർ ആണ്. അതായത് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മലബാർ ഏരിയയിൽ രജിസ്റ്റർ ചെയ്യുന്ന 1912
ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ അർബൻ ബാങ്ക്, മലബാർ ഏരിയയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ അർബൻ ബാങ്കാണ്, കോപ്പറേറ്റീവ് അർബൻ ബാങ്കാണ് എന്ന് പറയുന്നത് ദ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് കൊടുവായൂർ. ഇതും പാലക്കാട് ജില്ലയിലാണ്. 1915 ഇതിനെ രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 പ്രകാരം മലബാറിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ സൊസൈറ്റിയാണ് നമ്മുടെ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. 1909 ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. പാലക്കാടാണ് ഇതുള്ളത്. അത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ മലബാറിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്കാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ 1912 ആക്ട്. അത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കീഴിലല്ല രജിസ്റ്റർ ചെയ്യുന്നത്. 1912 ആക്ട്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ അർബൻ ബാങ്കിൻ്റെ പേരാണ് ദ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് കൊടുവായൂർ. ഇതും പാലക്കാട് ജില്ലയിലാണ്. 1915 ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. 1915 ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത എന്താ പറയുന്നത്, മദ്രാസ് കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് 1934. അതായത് നമ്മൾ നേരത്തെ കണ്ടതാണ്, മദ്രാസിലെ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് പാസ് ചെയ്യുന്നത് 1934. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 മദ്രാസ് കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് എന്ന് വെച്ചാൽ 1934. ഓക്കെ, ഇനി അടുത്ത പറയുന്ന നോക്കേ, പരസ്പര സഹായി ഈസ് ദ പബ്ലിക്കേഷൻ ഫ്രം മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പബ്ലിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത് പരസ്പര സഹായി. മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഞാൻ പറഞ്ഞു 1917 നിലവിൽ വരുന്നത്. കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1918 നിലവിൽ വരുന്നത്. ഓക്കെ ആണോ? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1915 രജിസ്റ്റർ ചെയ്യുന്നത്. പ്രവർത്തനം ആരംഭിക്കുന്നത് 1916. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ പരസ്പര സഹായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പബ്ലിക്കേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പബ്ലിക്കേഷൻ ആണ് പരസ്പര സഹായി. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്, ദ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് അഫിലിയേറ്റഡ് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണ്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അതായത് MCC അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 1956 നവംബർ 1 നിലവിൽ വരുമ്പോൾ അതിലേക്ക് അഫിലിയേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് ഏതെന്ന് പറയുന്നത് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് തന്നെ 1917 നിലവിൽ വന്ന മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് അഫിലിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്, MCC വാസ് ഓൺലി ദ സെൻട്രൽ ബാങ്ക് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു സെൻട്രൽ ബാങ്കും ഏത് തന്നെയാണ്? ഈ പറഞ്ഞ മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. ഓക്കെ ആണോ? അപ്പോൾ മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ദ ഓൺലി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1917. അതിൻ്റെ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരുന്നത് 1917. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്, മദ്രാസ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് 1933 കൺട്രോൾഡ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഇൻ കേരള. കേരളത്തിലെ റെഗുലേറ്റഡ് മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്ന നിയമമാണ് മദ്രാസിലുണ്ടായിരുന്ന മദ്രാസ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് 1933. ഓക്കെ, റെഗുലേറ്റഡ് മാർക്കറ്റ് റെക്കമെൻഡ് ചെയ്തേക്കുന്ന റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ്. ഇത് പ്രകാരം 1929 റെഗുലേറ്റഡ് മാർക്കറ്റുകൾ നിലവിൽ വരുന്നത്. ഇത് പ്രകാരം ആദ്യത്തെ റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കരഞ്ചിയ കോട്ടൺ മാർക്കാണ്. കേരളത്തിൽ 2 റെഗുലേറ്റഡ് മാർക്കറ്റേ ഉള്ളൂ, തിരൂരും പൊന്നാനിയുമാണ് അതുള്ളത്. അത് തന്നെയാണ് നമ്മൾ അടുത്ത പറയുന്നത്. there are 2 regulated markets in Kerala in തിരൂർ ആൻഡ് പൊന്നാനി. അപ്പോൾ കേരളത്തിലുള്ള ഈ റെഗുലേറ്റഡ് മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്ന നിയമം കേരളത്തിലെ നിയമമല്ല, പിന്നെ എവിടെയാണ്? മദ്രാസിലുള്ള നിയമമാണ്. അത് മദ്രാസ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് 1933 ആണ്. ഓക്കെ ആണോ? മനസ്സിലായി? ഇനി അടുത്തതായി പറയുന്നത് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്താണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന അതാണോ ഇതാണോ ഉത്തരം എന്ന് തോന്നുന്ന 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ ഉദ്ദേശിക്കുന്നത്. എന്താ പറയുന്നത്, ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ഇൻ മലബാർ ഏരിയ ഏതാണ്? അതിൻ്റെ ഉത്തരം കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് പാലക്കാടുള്ളത്. എന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത്? 1909. അതായത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഏതാണ്? കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ കാൻബറ സൊസൈറ്റി എന്നറിയപ്പെടുന്ന പാലക്കാടുള്ള 1909 രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന മറ്റൊരു ഫാക്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ്
ഫസ്റ്റ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് മലബാറിൽ രജിസ്റ്റർ ചെയ്യുന്ന മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ കീഴിലല്ല 1912 ആക്ട്, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരം മലബാറിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ അർബൻ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ദ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, കൊടുവായൂരാണ്. അതും പാലക്കാടാണ്. വർഷം 1915. അപ്പോൾ അർബൻ ബാങ്ക് മലബാറിൽ വരുന്ന ആദ്യത്തെ അർബൻ ബാങ്ക് 1915-ലും അതേപോലെ മലബാറിൽ വരുന്ന ആദ്യത്തെ സൊസൈറ്റി അതായത് 1909-ലുമാണ് നിലവിൽ വരുന്നത്. അതായത് സൊസൈറ്റി പറയുമ്പോൾ നമ്മൾ പറയുക കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അതേപോലെ അർബൻ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുക ദ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ആണ്. ഓക്കെ ആണോ? അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഒരു വ്യത്യാസവും കൂടെ ഉണ്ട്. മലബാറിൽ നിലവിൽ വരുന്ന ആദ്യത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് കൊടുവായൂരാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്ന നിയമം നമ്മുടെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ്. എന്നാൽ അർബൻ ബാങ്ക്, മലബാറിൽ വരുന്ന ആദ്യത്തെ അർബൻ ബാങ്ക് രജിസ്റ്റർ ചെയ്തേക്കുന്ന നിയമം അത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 അല്ല, അത് നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആക്ടിന് കീഴിലാണ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, മനസ്സിലായി. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടുത്തായിട്ട് പഠിക്കാനുള്ളത്. നോക്കാൻ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ആദ്യം ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പറയുന്നു. ഇവിടെ firstly, the central bank has been organized and registered and the same is acting as the financial agency for primary society. 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് ഒരു സെൻട്രൽ ബാങ്കാണ്. അതായത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1915-ലാണ് രജിസ്റ്റർ ചെയ്തത്. 1916-ലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സെൻട്രൽ ബാങ്കാണെന്ന് പറയാം. ഓക്കെ, ഇനി ഇത് രജിസ്റ്റർ ചെയ്തു അല്ലേ, ഓർഗനൈസ് ചെയ്തു, രജിസ്റ്റർ ചെയ്തു. ആൻഡ് ദ സെയിം ഈസ് ആക്ടിങ് ആസ് ദ ഫിനാൻഷ്യൽ ഏജൻസി ഫോർ പ്രൈമറി സൊസൈറ്റി. പ്രൈമറി സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ ഏജൻസി ആയിട്ട് പ്രവർത്തിച്ചതും ആര് തന്നെയാണ്? നമുക്കറിയാം, പ്രൈമറി സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് സെൻട്രൽ ബാങ്ക് ആയിരിക്കും. അപ്പോൾ 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത ആദ്യത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റിയാണ്. പിന്നീട് ആ സൊസൈറ്റിയാണ് നമ്മുടെ ട്രാവൻകൂർ ഏരിയയിലുള്ള പ്രൈമറി സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ ഏജൻസി ആയിട്ട് പ്രവർത്തിച്ചതും. ഓക്കെ, അതേസമയത്ത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 വരുമ്പോൾ ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. ഓക്കെ, നമ്മൾ ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നും അല്ലെ PSCയുടെ ഉത്തരസൂചിക പ്രകാരം അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നും പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രൈമറി സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സെൻട്രൽ സൊസൈറ്റിയാണ് രൂപീകരിച്ചതെങ്കിൽ അവിടെ പ്രൈമറി സൊസൈറ്റിയാണ് രൂപീകരിച്ചത്. ഓക്കെ ആണോ? ഇനി അടുത്ത എന്താ പറയുന്നത്? നമ്മളുടെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡിഡ് നോട്ട് ഗിവ് പ്രയോറിറ്റി ടു കോട്ടേജ് ഇൻഡസ്ട്രീസ്. കോട്ടേജ് ഇൻഡസ്ട്രീസിന് പ്രയോറിറ്റി അല്ലെങ്കിൽ പരിഗണന കൊടുത്തിരുന്നില്ല ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. എന്നാൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്തിന് പ്രയോറിറ്റി കൊടുത്തിരുന്നു? ഗേവ് മോർ പ്രയോറിറ്റി ടു കോട്ടേജ് ഇൻഡസ്ട്രീസ്. കോട്ടേജ് ഇൻഡസ്ട്രീസിന് പ്രയോറിറ്റി കൊടുത്ത അല്ലെങ്കിൽ മുൻഗണന കൊടുത്ത അല്ലെങ്കിൽ പരിഗണന കൊടുത്ത ഒരു നിയമമായിരുന്നു കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. എന്നാൽ ഇവിടെ എന്ത് ചെയ്തില്ല? പരിഗണന കൊടുത്തിട്ടേ ഇല്ല കോട്ടേജ് ഇൻഡസ്ട്രീസിന്. ഓക്കെ ആണോ? ഇനി അടുത്ത എന്താ പറയുന്നത്? നമ്മുടെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പ്രകാരം താലൂക്ക് ബാങ്ക് ഫോം ചെയ്യാമായിരുന്നു. ഓക്കെ ആണോ? അങ്ങനെ ഒരു ബാങ്ക് ഉണ്ടല്ലോ, 1923 നാഗർകോവിൽ വന്ന താലൂക്ക് ബാങ്ക് ഉണ്ട്. അപ്പോൾ താലൂക്ക് ബാങ്ക് ഇൻ ബിറ്റ്വീൻ പ്രൈമറി സൊസൈറ്റീസ് ആൻഡ് സെൻട്രൽ ബാങ്ക്. അതായത് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം പ്രൈമറി സൊസൈറ്റീസിനും അതേപോലെ അതിന് മുകളിലുള്ള സെൻട്രൽ ബാങ്കുകൾക്കും ഇടയിൽ ആരുണ്ടായിരുന്നു? താലൂക്ക് ബാങ്കുകൾ ഫോം ചെയ്യാമായിരുന്നു. എന്നാൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം നോ സച്ച് ഇൻ്റർമീഡിയറി ബോഡി ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെൻട്രൽ സൊസൈറ്റി. പ്രൈമറിയുടെയും സെൻട്രൽ സൊസൈറ്റിയുടെയും ഇടയ്ക്ക് അങ്ങനെ ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരുന്നില്ല. ഇവിടെയോ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം പ്രൈമറിക്കും സെൻട്രലിനും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറി ഉണ്ടായിരുന്നു, അതാണ് താലൂക്ക് ബാങ്ക്. എന്നാൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം പ്രൈമറി സൊസൈറ്റീസിനും സെൻട്രൽ സൊസൈറ്റിനും ഇടയിൽ ഇൻ്റർമീഡിയറി ആയിട്ട് ആരുണ്ടായിരുന്നില്ല? താലൂക്ക് ബാങ്കുകൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ, മനസ്സിലായി? അടുത്ത നിയമമാണ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951. അത് ആക്ട് 10 ഓഫ് 1952 ആണ്. അതായത് പ്രാബല്യത്തിൽ വരുന്ന 1952-ലാണ്. അതുകൊണ്ട് 1952 നിലവിൽ വരുന്ന 10ാമത്തെ നിയമമാണ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓക്കെ ആണോ? 1951-ലാണ് ഇത് കൊണ്ടുവരുന്നത്, ഇത് പാസ് ചെയ്യുന്നത് 1952-ലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് വാസ് ഫോംഡ് ഇൻ 1 ജൂലൈ 1949. ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്, അതായത് തിരുവിതാംകൂറും കൊച്ചി നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ലയിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമാകുന്നത് ജൂലൈ 1, 1949-ലാണ്. ഓക്കെ, ഇത് പ്രകാരം ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ്
പാസ്ഡ് ഇതിൻ്റെ ഭാഗമായിട്ട് ട്രാവൻകൂർ കൊച്ചിൻ ഏരിയയിൽ മുഴുവൻ പ്രാബല്യത്തിലിരിക്കുന്ന ഒരു നിയമം കൊണ്ടുവരുന്നു, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951. ഓക്കെ, ഇത് പാസ് ചെയ്യുന്ന 1951 ഇത് പാസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നിലവിൽ വരുന്നത് 1952. ഓക്കെ, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കം ഇൻ ടു ഫോഴ്സ് നിലവിൽ വരുന്നത് 1952 ജൂൺ 3. 1952 ജൂൺ 3 എന്താണ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് റീനെയിംഡ് ആസ് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ 1954. അതായത് നമ്മൾ ഇത് നേരത്തെ കണ്ടതാണ്. എന്താണ് ട്രാവൻകൂർ കൊച്ചിൻ ഏരിയയിൽ എന്താണ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 1952 പ്രാബല്യത്തിൽ വന്നതിന് ശേഷം എന്താണ് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ റീനെയിം ചെയ്യുന്നു. എന്തായിട്ട്? ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഇത് റീനെയിം ചെയ്ത വർഷമാണ് 1954. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ കേരള സഹകരണ നിയമം 1969 കടക്കാനുള്ള ഒരു നാൾ വഴിയാണ് ഇത്രയും നേരം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നിയമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ അടിസ്ഥാനമായിട്ട് എല്ലാവരും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് പിന്നെയും കാണാം. അതുവരെ ഗുഡ് ബൈ.